മലേഷ്യൻ എമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എന്തെളുപ്പമായതെന്ന് പറയാം. മലേഷ്യയിൽ വരുന്നതിന് 3 ദിവസം മുമ്പ് MDAC എന്ന് പറഞ്ഞിട്ടുണ്ട്, മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് അക്നോളജ്മെന്റ് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ഹോട്ടൽ ബുക്കിംഗ്, പിന്നെ നിങ്ങൾ റിട്ടേൺ ഫ്ലൈറ്റ് ആണെങ്കിൽ റിട്ടേൺ ഫ്ലൈറ്റ് കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തായ്ലൻഡിലേക്ക് പോകണമെങ്കിൽ തായ്ലൻഡിലെ ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്താൽ മതി. അവരോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഇത്രയുള്ളൂ മലേഷ്യക്ക് വരാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസയ്ക്ക് പൈസ കൊടുക്കേണ്ട, ഒന്നും കൊടുക്കേണ്ട, അഫോർഡബിൾ റേറ്റിൽ പെട്ടയ്ക്കാം. അതാണ് അടിപൊളി. നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ സ്ഥലത്ത്, അതായത് കോലാലംപൂർ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോകണം. ബുക്കിംഗ് പിങ്ടാങ്ങിലാണ് ഞാൻ താമസിക്കണേ. അവിടെ താമസിക്കുന്നതാണ് ഏറ്റവും അഫോർഡബിൾ, എല്ലായിടത്തും കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 രീതിയിൽ നമുക്ക് കോലാലംപൂർ മെയിൻ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ബസ്, അല്ലെങ്കിൽ മെട്രോ. ബസ് പോകുന്നതായിരിക്കും ഏറ്റവും അഫോർഡബിൾ. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ബസ് സ്റ്റേഷൻ ടെർമിനൽ 2. ഇതിന്റെ അടിയിൽ പോവാ, ബസ് എടുക്കാം. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു പോവാം. ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്.